ഈ പേഴ്സ് തന്നത് എന്നെ അല്ല, നമ്മളെ ഡിസംബറിൽ മേഴ്സി ചേച്ചിയുടെ വീട്ടിൽ പോയില്ലായിരുന്നു നമ്മള് ആദ്യമായിട്ട്. പണ്ടപ്പള്ളി ടു പാലക്കുഴ ബസ്സിന് പോകും, പാലക്കുഴ ടു പണ്ടപ്പള്ളി നടന്നു പോകും. ഞാൻ കാണിച്ചു തരാം എൻ്റെ പൊട്ട് കളക്ഷൻസ്. നമുക്ക് എൻ്റെ പൊട്ട് കളക്ഷൻ കാണാം. എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം 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 സ്വാഗതം. ഞങ്ങൾ വീണ്ടും ഒരു അത്താഴ ഒരുക്കത്തിലേക്കാണ് കേട്ടോ വന്നിരിക്കുന്നത്. സത്യം പറഞ്ഞ് പറയാൻ പറ്റില്ല. ചേട്ടൻ എനിക്ക് കാര്യം പറഞ്ഞ ചേമ്പിൻ്റെ ഇലയൊക്കെ കൊണ്ട് തന്നായിരുന്നു. അത് വേണമെങ്കിൽ ഒരു തോരനൊക്കെ വേണമെങ്കിൽ വെക്കാം, പക്ഷെ ഇനിയിപ്പോൾ വെക്കണോ? സമ്മതിക്കില്ല. പിന്നെ ഇവിടെ നമ്മളിന്ന് ബീഫ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് കറി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എരിവ് ഇച്ചിരിയുടെ എരിവില്ലല്ലേ? എനിക്കെന്തോ അത് ഇച്ചിരി വെന്തുപോയി. പിന്നെ ഇവിടെ കപ്പ ഇരിപ്പുണ്ട് നമ്മുടെ അടുക്കളയിൽ. പിന്നെ ചോറിരിക്കുന്നുണ്ട്. പിന്നെ ഇത് പാത്രങ്ങളെല്ലാം കഴുകിയിട്ട് വെക്കുന്ന ഒരു പ്ലേസാണ് കേട്ടോ നമ്മുടെ അടുക്കളയിൽ. ഇത് ഞാൻ വലിയ തവികളെല്ലാം എടുത്ത് മാറ്റി ഇതുപോലെ ചെറിയ തവികളെല്ലാം കൂടെ വെച്ചിരിക്കുന്നതാണ്. ചേട്ടനെ കണ്ടാൽ പിന്നെ ഈ പൂച്ചക്കുഞ്ഞ് ചേട്ടൻ്റെ പുറകിൽ നിന്ന് മാറത്തില്ല. പിന്നെ ഓടി പ്രാണിയുടെ അടുത്തൊന്നും പിന്നെ പാല് കുടിക്കലാണ് അവൻ്റെ പരിപാടി കേട്ടാ. പ്രാണിയമ്മേ വിളി കേൾക്കും. പ്രാണിയമ്മേ ശുണ്ടരിയമ്മേ തുത്തരിയമ്മേ പ്രാണി അതെന്ത് വിളി കേക്കല പ്രാണി? അതെന്താ കൊഞ്ചുവാ പ്രാണിക്കുഞ്ഞ് കൊഞ്ചുവാ. ചേട്ടൻ എടുത്തോണ്ട് വന്ന് വളർത്തിയ പ്രാണിക്കുഞ്ഞ് പല മോഡലിലാ അവക്കടെ വിളി കേക്കല്. റാണിയല്ല പ്രാണി. നൈസായിട്ട് പോയേക്കാ പേടിയാ ചേട്ടന്. പോവാ കൊഞ്ചിയാണോ അത് വിളിക്കണത്? പ്രാണി പ്രാണി പ്രാണിയമ്മേ പ്രാണി പ്രാണി ഏത് ഇതാ മുസലിയോ? അവള് തിന്നുവോ? അമ്മ ഇച്ചിരി ഇട്ട് കൊടുക്കടാ. ചേട്ടനെന്നാ ഒന്നും ഉണ്ടാത്ത? എനിക്കാണെങ്കിൽ ബീഫ് വെച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നേ, ഇച്ചിരി പൊറോട്ട വാങ്ങിച്ച് കഴിക്കണമെന്ന്. നമ്മൾ അവിടെ ചോദിച്ചിട്ട് ആ ചോറ് കളയടാ, ചോറ് ബക്കറ്റിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കഴുകടാ. ഇച്ചിരി പൊറോട്ട വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ കിട്ടിയില്ല. ചേട്ടൻ പറഞ്ഞു പൊറോട്ട കഴിക്കണ്ട, കപ്പയൊക്കെ ഇരിക്കും അതൊക്കെ പോവില്ലേ എന്ന് പറഞ്ഞു. ബാലൻസ് വരും. അതിന് നമ്മളിന്ന് ഒരു നേരം ആഹാരം കഴിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ പിന്നെ കപ്പ തീർന്നാണ്. രാവിലെ ഒക്കെ വൈകുന്നേരം ഇച്ചിരി കഴിക്കുമായിരുന്നു. ഞങ്ങള് കോഴി വാങ്ങാൻ പോയിട്ടോ. ഞങ്ങള് 10 കോഴി കുഞ്ഞുങ്ങളെ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഞങ്ങൾ 10 കോഴി കുഞ്ഞുങ്ങളെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പൊ ബീഫ് വേവിച്ച് വെച്ചിട്ട് പോയി, കുക്കറിലാണ് വേവിച്ച്. അതുകൊണ്ട് അത് അങ്ങനെ അങ്ങ് ഇരുന്നേ, അതൊരു ഇതായിപ്പോയി. ഞാൻസാണെങ്കിൽ ഇവിടെ തന്നെ തിന്നു ഒരു പാക്കറ്റ്. ഇതുണ്ട
മാറിക്കട വെട്ട മാറല്ലേ വേണ്ട. മഞ്ഞപ്പട്ടാണി കളയല്ലേ അത് കളയ അറിയാം. നൊസ്റ്റാൾജിയ നൊക്ലാച്ചിയ. പണ്ട് കുപ്പിയുടെ ഇങ്ങനെ പൊക്കമുള്ള കുപ്പിയുടെ അടപ്പ് കിട്ടും. ആ അടപ്പിന് 50 പൈസയായിരുന്നു വില. ഞാൻ +2 പഠിക്കുമ്പോൾ 50 പൈസയായിരുന്നു. സൗമ്യയുടെ കടയിൽ നിന്ന് ഞാൻ എപ്പോഴും വാങ്ങുമായിരുന്നു. ഞങ്ങൾ പട്ടാണിക്കടല വാങ്ങിച്ച് തിന്നുകൊണ്ടാണ് സ്കൂൾ വിട്ട് കഴിയുമ്പോൾ വീട്ടിലേക്ക് നടന്നു പോകുന്നുണ്ടിരുന്നത്. 3 കിലോമീറ്റർ. പാലക്കുഴ ടു പണ്ടപ്പള്ളി 3 കിലോമീറ്ററാ. പണ്ടപ്പള്ളി ടു പാലക്കുഴ ബസ്സിന് പോകും. പാലക്കുഴ ടു പണ്ടപ്പള്ളി നടന്നു പോകും. എന്തോരം പിള്ളേരായിരുന്നു. പക്ഷെ 3 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നില്ല. വഴി നല്ല വഴിയാണ്. പെട്ടെന്ന് കേറ്റാ അങ്ങോട്ട് കേറ്റാ ഇങ്ങോട്ട് ഇറക്കാം. രണ്ടിടത്തേക്കും കേറ്റല്ലേ. അയ്യടാ ഒച്ച കേൾപ്പിക്കല്ലേ. നീ മടിയെന്ന് മാറിക്കേ. നീ കൈ കഴുകാതെ എല്ലാം തിന്നാൻ നിന്നിട്ട് ചെറുക്കനെ ഞാൻ തള്ളിയാണ് ഓടിക്കും. ആ കുഞ്ഞ് ചാടി കയറിയണമെങ്കിൽ മാന്തും പിടിച്ചു നിന്നിട്ട്. കർക്കിടക മാസമാകുമ്പോഴേക്ക് നമുക്ക് തോന്നണേ ഇല്ല. അമ്മാതിരി വെയിലും ചൂടും ആവിയ. ഫാനില്ലാതെ ചേട്ടന് ജീവിക്കാനും പറ്റുന്നില്ല. അയ്യോ പറ്റില്ല. എനിക്ക് തന്നെ അത്ര പ്രശ്നമൊന്നുമില്ല. തലവേദന എടുക്കുന്നുണ്ട്. തണുത്ത വെള്ളത്തിൽ കുളിച്ചിട്ടാന്ന് തോന്നണം. എന്നാ നോക്കണം. തണുത്ത വെള്ളത്തിൽ കുളിക്കാൻ തോന്നി. വേണ്ട അത് വേണ്ട. മുടിയല്ലോ ഉണങ്ങി. പക്ഷേ ഇല്ല ആണോടാ. ഇത് ഡ്രൈ അല്ലേ. എന്നാ കളഞ്ഞാലേ ഈ സാധനം അല്ലെങ്കിൽ ആരും തിന്നൂല വാങ്ങുമ്പോ. ആ നട്സും ബദാമും ഒക്കെ എടുത്ത് തിന്നും. ആൽമണ്ടും. നമ്മൾ തന്നെ കഴിക്കണേ. കപ്പയാണോ ചോറാണോ? പൊറോട്ട നാളെ വാങ്ങിച്ചല്ലേ. ആയിനാ അപ്പൊ നാളെ വാങ്ങിച്ചാൽ ഞങ്ങൾക്ക് ഇനി ഫുഡൊക്കെ കഴിക്കണം, കിടക്കണം, എന്തേലൊക്കെ ചെയ്യണം. ഇതെന്തുവാ കൈക്ക് ഭയങ്കര ബലവാ. എന്നെ ഫ്രിഡ്ജാണോ ചേച്ചി തരണോ? എനിക്ക് പോര് കുത്താനായിട്ട് ഒരു ചേട്ടനുള്ളതാണ് ഗൈസ്. എടാ വെട്ടം മറിയില്ലെന്ന്. വെട്ടത്തിന് മുന്നേ എനിക്കല്ലേ എടാ മാറുന്ന. എന്നാലും കയ്യിൽ ഇങ്ങനെ പിടിച്ചേക്കണോണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാന്നേ. നിനക്ക് വേണ്ടത്. നിനക്ക് എന്നടാ വേണ്ടത്? 31-ാം തീയതി നിങ്ങളുടെ സ്കൂളിലെ കലോത്സവം. ബുധനാഴ്ച SPCയുടെ മീറ്റിംഗ്. കേട്ടോ 2 മണിക്ക് ബുധനാഴ്ച 2 മണിക്ക് പേരൻസ് മീറ്റിംഗ്. എന്റെ നീ വിട്ടിട്ട് പോയത് SPCയുടെ പേരൻസ് മീറ്റിംഗ് കേട്ടാ. നീ എന്റെ കഴിഞ്ഞൊക്കെ കേടാ ഇരിക്കോ.
എന്റെ കൈ ഞെക്കി ഞെക്കി എടുക്കട്ടോ. ഇവനൊരു വേട്ടാവളിയും ഇവന്റെ ഒച്ച മാറി തുടങ്ങി. നമ്മളിത് പിടിച്ച ഇരുമ്പാട്ടോ. ഞാൻ നേരത്തെ ഇവന്റെ സൗണ്ട് മാറി തുടങ്ങിയില്ല ചേട്ടാ. പക്ഷെ ഇതെന്നാന്ന് തിരിഞ്ഞു വരാത്ത ബാക്കൊക്കെ കാണുന്നതാ. പൂച്ച കൊറേ നേരം അതിന് പൂച്ച തിന്നില്ലടാ. മുടി വന്നു ചേട്ടന്. ചേട്ടൻ മുട്ടയടിച്ച് കൊണ്ടുവന്നിട്ട് പോയപ്പോ ചേട്ടന് തലമുടി വന്നിരിക്കുന്നു. ചേട്ടന് മുടി വന്നു ചേട്ടാ. ചേട്ടൻ ഇത് വല്ല അറിയണുണ്ടോ? ചേട്ടൻ ഇങ്ങനെ കുറേ നേരം കണ്ണും അടച്ചിരിക്കും. അപ്പൊ ചേട്ടന് ഒത്തിരി ഇഷ്ടമുള്ള ഒരു ചേച്ചി കാസർഗോഡ് നരിക്കുനി കോഴിക്കോട് നരിക്കുനിയിലാണ് കേട്ടോ ചേച്ചിയുടെ വീട്. ചേച്ചി കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനൊരു സൂത്രം കാണിച്ചു തരട്ടെ. എൻ്റെ മേക്കപ്പ് ബോക്സിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് കാണിച്ചു തരാവേ. ഇതൊരു കണ്ണാടിയാണ് കേട്ടോ. ഇത് അതിനു മുമ്പായിട്ട് അതാ ഈ ഒരു മേക്കപ്പിൻ്റെ ഈ പൗച്ച് എനിക്ക് തന്നത്, ഈ ഒരു പേഴ്സ് എനിക്ക് തന്നത് എൻ്റെ ഏറ്റവും മൂത്ത നാത്തൂന്. ചേട്ടൻ്റെ ഏറ്റവും മൂത്ത പെങ്ങളാണ് കേട്ടോ. ചേച്ചി സിസ്റ്ററാണ്. ഈ പേഴ്സ് തന്നത് എന്നെ അല്ല, നമ്മളെ ഡിസംബറിൽ മേഴ്സി ചേച്ചിയുടെ വീട്ടിൽ പോയില്ലായിരുന്നു നമ്മള് ആദ്യമായിട്ട്. അന്ന് സോഫി ചേച്ചി അവിടെ വെച്ചാ തന്നെ. പിന്നെ അത് ഞാനിപ്പോൾ എൻ്റെ മേക്കപ്പിൻ്റെ പൗച്ചൊക്കെ ഇടാൻ വേണ്ടി എടുക്കുകയാണ് കേട്ടോ. ഇതൊരു കണ്ണാടിയാണ്. ഈ കണ്ണാടി നിറച്ച് പൗഡറൊക്കെ വീണ് കിടക്കുന്നു. പിന്നെ ഇത് സിന്ദൂരാണ് കേട്ടോ. ഞാൻ എപ്പോഴും എൻ്റെ കൂടെ കൊണ്ടുനടക്കുന്നതാണ്, കോളേജിൽ പോയാലും കൊണ്ടുപോകും. ഇത് ലിപ്സ്റ്റിക്കാണ് കേട്ടോ. സിന്ദൂരം എന്ന് പറയണത് ഐടെക്സിൻ്റെ അല്ലേടാ, ഐടെക്സിൻ്റെയാണ്. ഐടെക്സ് പല്ലവിയുടെയാണ് സിന്ദൂരം. പിന്നെ ഇത് ലിപ്സ്റ്റിക്ക്, ലാക്മി ലിപ്സ്റ്റിക്കാണ് കേട്ടോ. പിന്നെ ഇത് കണ്ണെഴുതുന്ന ഇത് ലാക്മിയുടെയാണ്. ലാക്മിയുടെ ഒരു കാജൽ. പിന്നെ ഇതൊരു ചീപ്പ് തരുവാണെങ്കിൽ താജറക്ക ഇങ്ങോട്ട്. ഇത് എന്നതാണ്, ഒരു പെർഫ്യൂമാണ് കേട്ടോ. ഇത് പെർഫ്യൂം അത്തറ എന്തോ സാധനം, എന്തൊരു പെർഫ്യൂമാ. ഇതെനിക്ക് എൻ്റെ ഇളയ നാത്തൂൻ തന്ന, ചേട്ടൻ്റെ ഏറ്റവും ഇളയ സിസ്റ്റർ. ഇത് ക്യൂടെക്സ് ആണ് കേട്ടോ. ഒക്കെ തന്നായിരുന്നു. ഇത് ക്യൂടെക്സ് ആണ് കേട്ടോ. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം കയ്യിലിടാനായിട്ട് കോളേജിൽ പോയി ഫ്രീ ടൈമിൽ ഇടാലോ എന്നൊക്കെ ഓർത്തുകൊണ്ട് കൊണ്ടുപോയത്. ഇട്ടു, പക്ഷേ അത് ഇട്ട് ഒത്തിരി നാളായി. പിന്നെ അത് ഇതിനകത്ത് കിടന്നു. ഇതും ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയതല്ലേ. ഇതെനിക്ക് എൻ്റെ നെയ്ബർ നമ്മുടെ തൊട്ട അയൽപക്കത്തുള്ള പെങ്കൊച്ച് തന്നാണ് കേട്ടോ. അത് ഇസ്രായേലിലാണ്. പിന്നെ ഇത് ഒരു താക്കോലാണ് കേട്ടോ. താക്കോലിൻ്റെ ഇതെന്നോട് ഇങ്ങനെ ഭയങ്കര കളറിൽ. ഇത് സ്മൈലി ആയിരുന്നു. സ്മൈലിയൊക്കെ മാഞ്ഞു പോയിട്ട് കീ ചെയിൻ സ്മൈലി ആയിരുന്നു. എവിടെ നിന്ന് വാങ്ങിയതാണോ മോനെ? ഇത് വീടിൻ്റെ താക്കോല്. ഇത് ഗേറ്റിൻ്റെ താക്കോല്. ഇതെൻ്റെ കോളേജിലെ ഡ്രോയുടെ താക്കോല് കേട്ടോ. കോളേജിലെ എൻ്റെ ടേബിളിൻ്റെ താക്കോല്. ഇതെന്തുവാടാ? ഇത് എന്തത്തിൻ്റെ അടപ്പ്. ഇതാ മറ്റേ ലാക്മിയുടെ ഇവിടെ എങ്ങാണ്ട് കിടന്നത്. അതിൻ്റെ അത് വേണ്ട കളഞ്ഞേരെ. ഇതൊരു കട്ടറാണ് കേട്ടോ. പെൻസിലിൻ്റെ ബാഗിനകത്തുണ്ട്. ആൻസിൻ്റെ കട്ടർ അടിച്ചു മാറ്റി വെച്ചിരിക്കുന്നതാണ്. പിന്നെ എന്നാ ഉള്ളത്? ഇതൊരു കത്തിയാണ് കേട്ടോ. കത്തിയൊക്കെ ആയിട്ടാണ്. ഇത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നല്ലൊരു കത്തിയായിരുന്നു. ഇതൊക്കെ ഞാൻ ഡിഗ്രിക്ക് ഇത് കത്തിയായിരുന്നു. നമ്മുടെ ഇവിടെ ഇരിക്കുന്ന കത്തിയില്ലേ, ആയിരിക്കണേ അതുകൂട്ട് പിടിയൊക്കെ ഉണ്ടായിരുന്ന ഈ കത്തി ഞാൻ ഡിഗ്രിക്ക് +2 എങ്ങാണ്ട് പഠിക്കുമ്പോൾ തൊട്ട് എൻ്റെ കൂടെ ഉള്ളതാണ്. ഇതിപ്പോൾ അവസാനം നഖത്തിൻ്റെ ഇടയ്ക്കൊക്കെ എന്തെങ്കിലും കയറിയ കുത്തിക്കളയാൻ വേണ്ടി ചുമ്മാ കൂടെ കൊണ്ടു നടക്കുക. പിന്നെ എന്നുള്ള ഇത് ആൻസിൻ്റെ ഫോണ് കുത്തി ഊരിയെടുക്കുന്ന സാധനം. അതിപ്പോൾ എൻ്റെ വീടിനകത്തായിരിക്കണേ. ഇത് വേറൊരു കട്ടറാണ് കേട്ടോ, ഷാർപ്നർ. കുറച്ച്
ഇത് ഷാർപ്പ് ചെയ്തതാ. ഈ ഷാർപ്പനർ ഐബ്രോ പെൻസിൽ. എടാ എൻ്റെ ഐബ്രോ പെൻസിൽ എന്തിയാടാ? അതും ഉണ്ടായിരുന്നു. അത് ഞാനിപ്പോൾ എടുത്ത് വെച്ചത് ഡാസ്ലറിൻ്റെ ഒരു ബ്രൗൺ കളറ് ഐബ്രോ പെൻസിലാണ് കേട്ടോ. കണ്ട, ഇനി എല്ലാം തിരിച്ചു വാരിയിട്ടെ. അധികം കൂടെ കൊണ്ടു നടക്കാറൊന്നുമില്ല. നാളെ രണ്ടെടുത്ത്. ഇത് സിന്ദൂരാണ് കേട്ടോ. ഞാനെല്ലാം എൻ്റെ അടുക്കളയിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. പോടാ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ മേക്കപ്പ് ബോക്സിനകത്തുള്ളത്. ഇപ്പം നിലവിൽ ഇതിനകത്ത് ഇപ്പോൾ ഏതാണ്ടൊക്കെ കിടക്കുന്നു. എല്ലാം തിരിച്ചു വാരി ഇട്ടെ. പിന്നെ ഇതൊരു കണ്ണാടിയാണ് കേട്ടോ. ഇതെല്ലാം ഞാൻ ഈ അടുക്കളയിലാണ് കൊണ്ടുവച്ചേക്കുന്നത്. അടുക്കളയിൽ നമ്മുടെ ഇതെന്നാന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ, ഫ്രീസറാണ്. കടയിൽ ഐസ്ക്രീം വെച്ചോണ്ടിരുന്ന ഫ്രീസറാണ്. ഇവിടെയാണ് ഞാനിപ്പോൾ എൻ്റെ മേക്കപ്പ്. എടാ താത്തിക്ക്, ഇവിടെയാണ് ഞാൻ എൻ്റെ ഫ്രീസറും പെട്ടെന്ന് കിട്ടാൻ വേണ്ടി കണ്ണാടി. പിന്നെതാ ഇത് എൻ്റെ ഇതെന്തുവാണ് എൻ്റെ പവർ ബാങ്കിൽ മൊത്തം പറ്റിപ്പൊടിച്ചിരിക്കുന്നത്. ഇത് പവർ ബാങ്കൊക്കെ ഇവിടെ വെച്ചിരിക്കുന്നത്. കാരണം എന്താണെന്നറിയാമോ, ഞാൻ രാവിലെ എപ്പോഴും അടുക്കളയിലായിരിക്കും. അടുക്കളപ്പണി കഴിഞ്ഞ് പെട്ടെന്ന് ഡ്രസ്സ് മാറിയിട്ട് പിന്നെ ചോറെടുക്കാൻ വരുന്ന നേരത്തായിരിക്കും പൊട്ട് തൊടുന്നത്. ഞാനിപ്പോൾ പൊട്ട് തൊടുന്നത് ഇതുകൊണ്ടാണ് കേട്ടോ, സിന്ദൂരം കൊണ്ട് തന്നെ ഞാനിപ്പോൾ പൊട്ട് തൊടുന്നത്. അല്ലാണ്ട് പശയുള്ള പൊട്ടുമിറ്റി ഇപ്പോൾ തൊടാനൊന്നും സമയം കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇവിടെ വന്നിട്ട് ഈ അടുക്കളയിൽ വരും. ഓടി അവിടെ നിന്ന് ഡ്രസ്സ് മാറി ആ റൂമിലാണ്, ഇവിടെയുള്ള റൂമിലാണ് നമ്മുടെ ഡ്രസ്സ് മാറാനായിട്ട് എൻ്റെ അലമാരി സാരികളെല്ലാം വെച്ചിരിക്കുന്നത്. ഈ വീടിന് കണ്ടില്ലേ 3 ബെഡ്റൂമാണ് കേട്ടോ. 3 ബെഡ്റൂം. ഇതൊരു ബെഡ്റൂം, അത് അമ്മച്ചി കിടക്കുന്ന ബെഡ്റൂം, ഇത് നമ്മുടെ അലമാരി ഇരിക്കുന്ന ബെഡ്റൂം. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു കട്ടിലിട്ടിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഡ്രസ്സ് മാറിയിട്ട് ഓടി അടുക്കളയിലേക്കാണ് വരുന്നത് ചോറൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പെട്ടെന്ന് ഇവിടെ ഞാനിങ്ങനെ ഇവിടെ നിൽക്കും. ഇവിടെ നിന്നുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പൗഡറൊന്നും ഇടാത്തത് കൊണ്ട് ലിപ്സ്റ്റിക്കും ഇട്ട് പൊട്ടൊന്നും ഇട്ട് കണ്ണും എഴുതി ഒറ്റയായിരിക്കും ചോറും എടുത്തോണ്ട്. പൗഡർ ഇടാതെ ഇത്ര സൗന്ദര്യം. അപ്പോൾ പൗഡറും കൂടി ഇട്ടായിരിക്കും എൻ്റെ കൊച്ചു എങ്ങനെ ആയിരിക്കും? അത് തന്നെ ഐശ്വര്യമായി തോറ്റു പോകൂലേ? ഓ, എനിക്ക് ചെറിയ ബലമായ ഡൗട്ടുണ്ട്. ഇങ്ങനെ ട്രോളണോ ചേട്ടാ എന്നെ? ഇങ്ങനെ എന്നെ ട്രോളണോ? എനിക്ക് സൗന്ദര്യം ചേട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഉള്ള കാര്യം പറയുമ്പോൾ എന്നോട് തട്ടിക്കൊടുക, കുഴപ്പമില്ല. പിന്നെ പറഞ്ഞ കാര്യമില്ലല്ലോ. എപ്പോഴും മോളിരുന്ന പുള്ളി തരുന്ന സൗന്ദര്യമാണ് ഏറ്റവും വലിയ സൗന്ദര്യം. അത് കവിച്ച് ആ ഒരു സൗന്ദര്യമില്ല. കുറച്ച് കുട്ടി കിട്ടുമെന്ന് വന്നിട്ട് ഒരു കാര്യമില്ല. അതൊന്ന് വേർക്കുമ്പോഴത്തേനും ഇങ്ങനെ ഈ മഴത്തോളി ഓർമ്മ. ഞാൻ മേക്കപ്പ് ചെയ്യാറില്ല. ഫേസിൽ ഞാൻ ക്രീമുകൾ തേക്കാറില്ല, പൗഡർ ഇടാറില്ല. എണ്ണ ഇട്ടാലും എൻ്റെ ഓയിലി സ്കിന്നാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എണ്ണ തൊട്ടെടുക്കാൻ പറ്റും. പിന്നെ ഞാൻ എന്തിടാൻ ആകെ ഇടുന്നത് ഈ ലിപ്സ്റ്റിക്ക് മാത്രം. പിന്നെ ഇപ്പം ഞാൻ ഈ സിന്ദൂരം കൊണ്ട് തന്നെയാണ് പൊട്ടും തുടങ്ങുന്നത്. ഇഷ്ടംപോലെ പൊട്ടിരിക്കുക. ഞാൻ കാണിച്ചു തരാം എൻ്റെ പൊട്ട് കളക്ഷൻസ്. നമുക്ക് എൻ്റെ പൊട്ട് കളക്ഷൻ കാണാം. ഇത് കണ്ടോ, ഇതാണ് എൻ്റെ പൊട്ട് കളക്ഷൻസ് കേട്ടോ. പൊട്ട് ഇഷ്ടം പോലെ പൊട്ടാണ് എനിക്കുള്ളത്. ഇത് കണ്ടോ, ഇതൊക്കെ പൊട്ടാണ്. ഇത് കണ്ടോ, പെട്ടെന്ന് കാണിച്ചു തരാം. ഇതെല്ലാം പൊട്ടാണ് കേട്ടോ. ഇരിക്കുന്ന എല്ലാം പൊട്ടാണ്. പല മോഡൽ, ഏത് മോഡൽ പൊട്ട് വേണം അതെല്ലാം എൻ്റെ കയ്യിലുണ്ട്. ഇത് കണ്ടോ, കുഞ്ഞി പൊട്ട് വേണോ, കല്ല് വെച്ചത് വേണോ, കല്ല് വെക്കാത്തത് വേണോ, അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള പൊട്ടാണോ വേണ്ടേ? ഇതാ എന്തിനും ഞാൻ പൊട്ടൊക്കെ കണ്ട എപ്പോഴും ഞാൻ വാങ്ങി വെക്കാറുണ്ട്. ഇത് മാത്രം ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന പൊട്ട് മാത്രമല്ല നമുക്കുള്ളത്. ഇത് കണ്ടോ, ഇത്ര നാളായി പൊട്ടുകളെന്ന് പറയുക ഇതൊക്കെ. ഇതല്ല ഞാൻ പി ജിക്ക് പഠിക്കുമ്പോൾ വാങ്ങിയ പൊട്ട് വരെ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഭദ്രമായിട്ടിരിക്കുന്നുണ്ട്. അത് നിങ്ങൾക്കറിയാവോ? ഞാൻ അതുപോലെ സൂക്ഷിക്കുന്ന വ്യക്തിയാണ്. ഇതുണ്ട്, ഞാൻ പി ജിക്ക് പഠിച്ചപ്പോൾ വാങ്ങി വെച്ച പൊട്ട. മൂവാറ്റുപുഴ വള്ളക്കാലി ജംഗ്ഷനിൽ ഒരു കടയുണ്ടായിരുന്നു. ഒരു വലിയ മൂക്കുത്തിയൊക്കെ ഇട്ട ഒരു ചേച്ചിയായിരുന്നു ആ കടയിൽ. ആ ചേച്ചിയുടെ കടയിൽ നിന്ന് ഞാൻ വാങ്ങിയ പൊട്ട. ഞാനത് ഇതുവരെ കളയാതെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാണ്. ഏത് മോഡൽ പൊട്ട് വേണം. മാമ്പഴക്കാലത്തിനകത്ത് നമ്മുടെ ശോഭന തൊട്ട പൊട്ട് കാണിച്ചായിരുന്നു. അതായത് അങ്ങനെ ഇതൊരു പൊട്ടിൻ്റെ കളക്ഷൻസ്. അത് മാത്രമൊന്നും അല്ല കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് ഫുള്ള് പൊട്ട. ഇത് കണ്ടോ,
ഫുള്ള് പൊട്ടാണ്, ഇതെല്ലാം പൊട്ടാണ്. ഏത് വേണം പൊട്ട്. അങ്ങനെ കുറേ കളക്ഷൻസ് പൊട്ടിൻ്റെ ഉണ്ട്, മാലകളുണ്ട്, പേൾ ഐറ്റംസ് മാലകളുണ്ട്, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇതെല്ലാം ഇട്ടൊന്ന് അണിഞ്ഞൊരുങ്ങി വരാനുള്ള സമയം കിട്ടണ്ടേ, അതാണ്. അതുമാത്രമല്ല, ഞാൻ ഈ പൊട്ട് വെച്ചിരിക്കുന്നത് പോലെ ചേട്ടൻ വെച്ചിരിക്കുന്ന കാര്യങ്ങൾ. ഇത് കണ്ടോ, വെള്ളമുണ്ടുകൾ, എത്ര മുണ്ടുകളാണെന്നറിയാവോ. പിന്നെ ഇത് കണ്ടോ, ഷർട്ട്. ഇത് ഒരെണ്ണത്തിനകത്ത് തന്നെ 2-3 ഷർട്ട് കയറ്റി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ചേട്ടൻ്റെ ഡ്രസ്സുകളാണ്. ഇതെല്ലാം ഇട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇതിൽ 1-2 ഇട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. എന്നിട്ടാണ് ഈ മനുഷ്യൻ ഉടുപ്പിടാതെ വീഡിയോ ചെയ്യാൻ നിൽക്കണേ. ഇതെല്ലാം ചേട്ടൻ്റെ കളക്ഷൻസാണ് കേട്ടോ. ഇതിൽ കുറേ എല്ലാം ഞാൻ വന്നേ പിന്നെ വാങ്ങിയതാ. ഇത് ഞാൻ വന്നേ പിന്നെ വാങ്ങിയത്, ഞാൻ വന്നേ പിന്നെ വാങ്ങി. ഇത് ഞാൻ വന്നേ പിന്നെ വാങ്ങിയതാ. ഇത് ഞാൻ വന്നേ പിന്നെ വാങ്ങി. ഇത് ഞാൻ വന്നേ പിന്നെ വാങ്ങിയതാ. 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 പിന്നെ ഇത് ഞാൻ വന്നേ പിന്നെ വാങ്ങിയതാ. ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ചു കൊടുത്തത് ഇത്. അങ്ങനെ ചേട്ടന് ഇഷ്ടം പോലെ ഉണ്ട് ഷർട്ടുകൾ. ഇതൊന്നും ഇടാറില്ലെന്നുള്ളത് വേറൊരു നഗ്നമായ സത്യം. ഇതിട്ടുണ്ട് നോക്കും. പള്ളിയിൽ ഇട്ടിട്ടില്ലേ? ഇന്നാളെ പള്ളിയിലിട്ട് വിൽസൺ അതെന്താ മാറ്റിയെടുത്തുള്ളൂ. വിൽസൻ്റെ ഇതിൽ പോയതല്ലേ, അതാണോ ഇട്ടത്? അപ്പം ഇതൊക്കെയാണ് നമ്മുടെ അവസ്ഥാ പരിവർത്തനങ്ങൾ. നമ്മളപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണേ. ഇതേ ഇങ്ങനെ നിരങ്ങി തന്നെ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാം കേട്ടോ. ഇത്രയൊക്കെയാണ് നമ്മുടെ സത്യം പറഞ്ഞാൽ നമ്മുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. വാടാ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും പ്രതീക്ഷിച്ച പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ഡിസൈനിങ് ഓഫ് ബിന്ദുസ് ഡ്രീംസ്. ബൈ.